ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ മാത്സ് ആണ്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ റിവിഷന്റെ ഭാഗമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ എന്താണ് രണ്ടാമതൊരു വീഡിയോ കൂടെ ചെയ്യുകയാണ്. ഈ 2 വീഡിയോ മതിയാകും കേട്ടോ. നാളത്തെ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താണ് എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഈ ഒരു 2 വീഡിയോ തന്നെ ധാരാളമായിട്ട് മതി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ധാരാളം നിങ്ങൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നാളെ എക്സാമിന് പോകാൻ വേണ്ടി ശ്രമിക്കുക. എടാ, ഇതിലൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ദി സിക്സ്ത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 25 അല്ലേ. അപ്പോൾ x6 എത്രയാണ്ട മക്കളെ? x6 ഈക്വൽ ടു 25 ആൻഡ് 10th ടേം ഈസ് 40. 10th ടേം എന്ന് പറയുമ്പോൾ x10 ആണ് അല്ലേ. അത് എത്രയാണ്? അത് 40 ആണ്, 40 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി സെക്കൻഡ് ടേം? നമുക്ക് എന്ത് വേണം? സെക്കൻഡ് ടേം വേണം അല്ലേ. സെക്കൻഡ് ടേം വേണമെങ്കിൽ നമുക്ക് അവിടെ ആദ്യം ആരെ കണ്ടുപിടിക്കണം? ഡി എന്ന് പറയുന്ന ആളിനെ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നമ്മൾ ഡി കണ്ടുപിടിക്കുക? s10 മൈനസ് x6 ബൈ എന്താണ് മക്കളെ? 10 മൈനസ് 6 അല്ലേ. സോ x10ന്റെ വാല്യൂ എത്രയാണ്? 40 മൈനസ് 25 ബൈ 10 മൈനസ് 6 എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 4 ആണ് അല്ലേ. സോ 40 മൈനസ് 25 ആൻസർ എന്താണ്? 15 ബൈ 4. 15നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ആൻസർ? നിങ്ങൾ ഡിവൈഡ് ചെയ്യാം. 15 ബൈ 4, 3 into 4 12, റിമൈൻഡർ 3, 30 കൊടുത്തിട്ട് പോയിന്റ് കൊടുക്കുക. 30ൽ എത്ര ടൈം പോകൂടാ? 7 ടൈം അല്ലേ. 7 into 4 28, റിമൈൻഡർ 2 20, 20ൽ എത്രയാണ്? 5 into 4 20 അല്ലേ. സോ ആൻസർ എന്താണ് മക്കളെ? 3.75 ആണ് എന്ത്? ഡി. സോ നമുക്കിവിടെ വേണ്ട ആളാരാണ്? വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് സെക്കൻഡ് ടൈം ആണല്ലേ വേണ്ടത്. സോ S2 ഈക്വൽ ടു S2 വേണമെങ്കിൽ നമുക്കിവിടെ ആരെ അറിയാം? ഓൾറെഡി x6 അറിയാം അല്ലേ. 6ൽ നിന്ന് എത്ര കുറയ്ക്കുമ്പോൾ ഉണ്ടാ നമുക്ക് 2 കിട്ടുക? 4 കുറയ്ക്കാൻ പോലെ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ -4 ചെയ്താൽ മതി. സോ x6ന്റെ വാല്യൂ എത്രയാണ്? 25 മൈനസ് 4 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്ട മക്കളെ? 3.75. ദാറ്റ്സ് ഈക്വൽ ടു, നമുക്കിവിടെ പോയിന്റ് കളയുക. പോയിന്റ് നമുക്ക് എന്താ? ദാറ്റ്സ് ഈക്വൽ ടു 25 മൈനസ് ഇവിടെ പോയിന്റ് കളഞ്ഞ് ഇൻറ്റു ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 375 ഇൻറ്റു 4 ചെയ്യുകയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 1500 ആയിരിക്കും. എത്രയാണ്? 1500. സോ 1500 അതുപോലെ എഴുതുക. ഇവിടെ പോയിന്റ് എത്ര സ്ഥാനമുണ്ട്? പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമുണ്ട് അല്ലേ. സോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 2 പ്ലേസ് മാറ്റി പോയിന്റ് കൊടുക്കുമ്പോൾ എത്രയാവും? 15 അല്ലേ. 25 മൈനസ് 15 എത്രയായിട്ടോടെ ആൻസർ മക്കളെ? 10. എത്രയാണ്? 10. അപ്പൊ സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്? സെക്കൻഡ് ടൈം 10 എന്ന് കിട്ടി. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദി പൊസിഷൻ ഓഫ് ദി നമ്പർ 55 ഇൻ ദി സീക്വൻസ്? ഈ സീക്വൻസിൽ 55 എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആണ്? നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എന്താണ് ഈ ഒരു സീക്വൻസിൽ 55 എത്രാമത്തെ ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമ്മൾ അല്ലേ പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ആ 55ൽ നിന്ന് ആദ്യത്തെ ടേം മൈനസ് ചെയ്യണം. പക്ഷെ നമുക്ക് ഇവിടെ ആദ്യത്തെ ടേം നമുക്ക് അറിയാമോ? അറിയില്ല. ഫസ്റ്റ് ടേം അറിയില്ല. അപ്പൊ S2 നമുക്കറിയാം അല്ലേ. അപ്പൊ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? S2 സെക്കൻഡ് ടൈമിൽ നിന്ന് എന്താണ്? ഒരു പ്രാവശ്യം ഡി കുറച്ചാൽ പോരെ? 1D, അതായത് ഡി അല്ലേ. സോ S2 സെക്കൻഡ് ടൈം ഇവിടെ ആരാണ്? സെക്കൻഡ് ടൈം 10 മൈനസ് ഡി എന്ന് പറഞ്ഞാൽ 3.75 ആണല്ലേ. സോ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 6.25 എന്ന് കിട്ടും. ഇത്രയോടെ 6.25 എന്ന് കിട്ടും. അതാണ് ആര്? ഫസ്റ്റ് ടൈം. ഇപ്പൊ 55ൽ നിന്ന് ഫസ്റ്റ് ടൈം ആയിട്ടുള്ള 6.25 6.25 മൈനസ് ചെയ്തതിനു ശേഷം നമ്മൾ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 3.75 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്തതിനു ശേഷം നമ്മൾ എത്രയോട് ആഡ് ചെയ്യണം? 1 കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ 55ൽ നിന്ന് 6.25 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആൻസർ? 55 മൈനസ് 6.25 15 കുറയ്ക്കുമ്പോൾ 5 അല്ലേ. അടുത്ത ഇവിടെ 10, ഇവിടെ 9 അല്ലേ. 9 2 കുറച്ചാൽ 7. ഇവിടെ അപ്പം എത്രയാവും? 4 അല്ലേ. 4 6 പോവില്ല. ബോറോ വാങ്ങിക്കുമ്പോൾ ഇവിടെ 5 എത്രയാവും? ഇവിടെ 4. 14 6 കുറച്ചാൽ 8. 4 അതുപോലെ എഴുതുമല്ലോ. എന്ത് കിട്ടും നമുക്ക് ആൻസർ? 48.75. അപ്പൊ 48.75 ബൈ 3.75 പ്ലസ് 1. അപ്പൊ നമുക്ക് ഒരിക്കലും എന്ത് വരാൻ പാടില്ല? ഈ പറയുന്ന ഡിനോമിനേറ്ററിൽ എന്ത് വരാൻ പാടില്ല? പോയിന്റ് വരാൻ പാടില്ല. ഇൻ കേസ് പോയിന്റ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ആ പോയിന്റിനെ ചേഞ്ച് ചെയ്യുക എന്നറിയാമോ?
ഒരു എക്സ്ട്രാ എന്താണ് ഒരു 100 കൊണ്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ മുകളിലും താഴെ എന്ത് ചെയ്താൽ മതി, അങ്ങ് ഇൻറ്റു ചെയ്താൽ മതി. ഇതെങ്ങനെയാണ് മനസ്സിലായത് 100 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണമെന്ന്? ഇവിടെ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം എത്ര സ്ഥാനമുണ്ടോ അത് വേണം നമ്മൾ എടുക്കാനുള്ളത്. ഇവിടെ പോയിന്റിന് ഒരു സ്ഥാനമാണെങ്കിൽ നമ്മൾ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി, 10 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. പക്ഷെ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 100 കൊണ്ട് എന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യണം. അപ്പൊ മുകളിൽ എന്താവും, മുകളിൽ 100 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ അത് എന്താവും, 4875 ബൈ താഴെ 375 എന്നാവും, പ്ലസ് 1. സോ നമുക്ക് ചെയ്തു നോക്കാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, 5 വെച്ച് എന്ത് ചെയ്യാം, ക്യാൻസൽ. 5 വെച്ച് 5 ലാസ്റ്റ് 5 വരില്ല, അതുകൊണ്ട് 5 വെച്ച് ക്യാൻസൽ അല്ലേ. സോ 48 5 എത്ര പ്രാവശ്യം പോകും, 48 9 പ്രാവശ്യം വരെ പോകും അല്ലേ. അത് കഴിഞ്ഞ് ശിഷ്ടം 3 ആണ്, അതിനെ 7ന്റെ ഫ്രണ്ടിൽ വെക്കുമ്പോൾ 37 ആവും. 37 7 പ്രാവശ്യം 5 പോവും, 35 വരെ അല്ലേ. വീണ്ടും ബാലൻസ് എത്രയുണ്ട്, 2 ആണ് അല്ലേ. അതിന് 5ന്റെ ഫ്രണ്ടിൽ വെക്കുമ്പോൾ 25 ആണ്, അതിൽ എത്ര പ്രാവശ്യം പോകും, 5 പ്രാവശ്യം പോകും. അടുത്ത 375 37 എത്ര പ്രാവശ്യം പോകണം മക്കളെ, 5 പ്രാവശ്യം, 7 പ്രാവശ്യം. അതുപോലെ ബാലൻസ് എന്താണ് 2 ആണല്ലേ. അപ്പൊ 25 എത്ര പ്രാവശ്യം പോകും, 25 മക്കളെ 5 പ്രാവശ്യം പോകും. ഓക്കെ. സോ 975 ബൈ 75 ഇൻറ്റു അല്ല പ്ലസ് 1. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5 വെച്ച് ഇനിയും ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ 5 വെച്ച് ഇനിയും ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 9 ഒരു പ്രാവശ്യം അല്ലെ, 9 ഒരു പ്രാവശ്യം പോവും. 47 ശിഷ്ടം 4 ആണ്, 4നെ 7ന്റെ ഫ്രണ്ട് വയ്ക്കുമ്പോൾ 47 ആവും. 47 എത്ര പ്രാവശ്യം പോവും, 9 പ്രാവശ്യം പോവും. വീണ്ടും ശിഷ്ടം 2 ആണ്, അത് 25 എത്ര പ്രാവശ്യം പോവും, 5 പ്രാവശ്യം പോവും. താഴെ എത്രയാവും, താഴെ 7 ഒരു പ്രാവശ്യം. ഇപ്പുറത്ത് എന്താണ് 5നോടൊപ്പം ബാക്കി ശിഷ്ടമായ 2 വയ്ക്കുമ്പോൾ 25 എത്ര പ്രാവശ്യം മക്കളെ, 15 പ്രാവശ്യം. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, 5 വെച്ച് വീണ്ടും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 15 5 3 പ്രാവശ്യം. 19 എത്ര പ്രാവശ്യം, 19 5 എത്ര പ്രാവശ്യം പോവും, 3 പ്രാവശ്യം. ശിഷ്ടം 4 45 എത്രയുടെ 9 അല്ലേ. 39 3 കൂടെ വെട്ടുമ്പോൾ എത്രയാണ്, 1 3. സോ ആൻസർ എന്താണ്, 13 കിട്ടും അല്ലേ. സോ 13 പ്ലസ് 1 എത്രയാണ് ആൻസർ, 14. അതായത് 55 എന്ന് പറയുന്നത് 14ാമത്തെ ടേമാണ്. ഓക്കെ, 55 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 14ാമത്തെ ടേമാണ്. സോ ഇച്ചിരി എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് കേട്ടോ ഇത്. അതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. വാട്ട് നമ്പർ മസ്റ്റ് ബി ആഡഡ് ടു 10th ടേം ടു ഗെറ്റ് 13th ടേം അല്ലെ. 10ാമത്തെ ടേമിനോടൊപ്പം എത്ര ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താണ് 13th ടേം കിട്ടുക എന്നുള്ളതാണ്. സോ 10ാമത്തെ ടേമിനോടൊപ്പം എത്ര ആഡ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ 13th ടേമും 10th ടേമും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ അത് എത്രയുണ്ടാ അല്ലേ, എന്താണ് 10th ടേമിന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 13th ടേം കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ പറയുന്ന 13th ടേമിൽ നിന്ന് എന്താണ് 10th ടേം മൈനസ് ചെയ്താൽ എന്ത് കിട്ടുമെന്നാണ്. എടാ 30 - 10 എത്രയാണ്, 20 അല്ലേ. സോ ആൻസർ എന്താണ്, 20D ആണ്. എത്രയാണ്, 20D ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 20 ഇൻറ്റു ഇവിടെ ഡി എത്രയാണ്, 3.75. സോ നമുക്ക് ആൻസർ 75 എന്നുള്ള ഒരു പക്ക ആൻസർ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും കേട്ടോ. സോ അതാണ് അവർ തമ്മിലുള്ള ആ ഡിഫറൻസ് എന്ന് പറയുന്നത്. അവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ദി 9th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 25 അല്ലേ. 9th ടേം എത്രയാണ് മക്കളെ, 25 ആണല്ലേ. സോ x9 എത്രയാണ്, x9 ഈക്വൽ ടു 25 ആണ്. വാട്ട് ഈസ് ദി സം ഓഫ് ദി ടേം ഫ്രം 5th to 13th ടേം അല്ലേ. 5ാമത്തെ ടേം മുതൽ 13ാമത്തെ ടേം വരെയുള്ള സം നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ അത് അതുപോലെ അങ്ങ് എഴുതുകയാണ്. x5 പ്ലസ് x6 പ്ലസ് x7 പ്ലസ് x8 പ്ലസ് x9 x10 പ്ലസ് x11 പ്ലസ് x12 പ്ലസ് x13. ഇതിന്റെ സമ്മാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, വേണ്ടത്. ഇവിടെ നോക്കിക്കോ, ഇവിടെ ആകെ എത്ര ടൈം ഉണ്ടെന്ന് നിങ്ങൾ നോക്കിയോ. 1 2 3 4 5 6 7 8 9 9 ടേം ഉണ്ട്. എത്ര ടേം ഉണ്ട്, 9 ടേം ഉണ്ട്. 9 ടേം. അപ്പൊ ഈ 9 എന്ന് പറയുന്നത് എന്ത് നമ്പറാണ്, 9 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പറാണ്. എന്ത് നമ്പറാണ്, ഓഡ് നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സം എന്തായിരിക്കും, ഈ 9 ടേമിന്റെ സം എന്തായിരിക്കും. ഈ 9 ടേമിന്റെ സം എന്ന് പറയുന്നത് എന്താണ്, സമ്മ് 9 എന്ന് പറഞ്ഞാൽ ഓടാണെങ്കിൽ നമ്മൾ എന്താണ്, അതിന്റെ മിഡ് ടേം എന്താണ്ടാ, മിഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആയിരിക്കും. അതിന്റെ മിഡ് ടേം ഇൻറ്റു എന്താണ്ടാ, മിഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആണ്. നിങ്ങൾ നോക്കി ഇവിടെ ആകെ 9 നമ്പർ ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ. ഇപ്പൊ 9 + 1/2 9 + 1 എത്രയാണ്, 10 10/2 എത്രയാണ്ടാ മക്കളെ, 5 അല്ലേ. ഇതിന്റെ 5ാമത്തെ ടൈം നോക്കുക, അതാണ് മിഡ് ടൈം. 5ാമത്തെ ടൈം ആരാണ്, 1 2 3 4 5 ആരാണ്ട്, 5 ആരാണ്, x9 ആണ്. ആരാണ്, x9 ആണ് എന്ത്, മിഡ് ടൈം.
സോ സം എന്ന് പറഞ്ഞാൽ എന്താണ്? സം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? മിഡ് ടേം ഇൻറ്റു എന്താണ്? മിഡ് ടേം ഇൻറ്റു എന്താണ്? മിഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. മിഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഇവിടുത്തെ മിഡ് ടേം ആരാണ്? x9 എത്രയാണ് മക്കളെ? 25 ആണല്ലേ. സോ അപ്പൊ 25 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഇവിടെ ആകെ എത്ര ടേംസ് ഉണ്ട്? ഇവിടെ ആകെ എല്ലാം കൂടെ എത്ര എണ്ണം ഉണ്ട്? 9 ടേംസ് ഉണ്ട് അല്ലേ. അപ്പൊ 25 ഇൻറ്റു 9. സോ 25 ഇൻറ്റു 9 എത്രയാണ് മക്കളെ ആൻസർ? 225 എന്ന് കിട്ടും. അതിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 17 ടേംസ് ഓഫ് ദി സീക്വൻസ്. അല്ലെ ആദ്യത്തെ എന്താണ്? 17 ടേമിന്റെ സമ്മ് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയും 17 എന്നുള്ളത് എന്താണ്? 17 എന്നുള്ളത് എന്താണ്? ഒരു ഓഡ് നമ്പർ ആണല്ലേ. അപ്പോൾ അതിന്റെ മിഡ് ടേം 17 + 1/2. 17 + 1 എത്രയാണ് മക്കളെ? 18 അല്ലേ. 18ന്റെ പാതി എത്രയാണ്? 9. അപ്പൊ മിഡ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? മിഡ് ടേം. ഇവിടുത്തെ മിഡ് ടേം എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പോൾ x9 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. നമ്പർ ഓഫ് ടേംസ് ഇവിടെ എത്രയുണ്ടാ? 17. അപ്പോൾ x9 ഇൻറ്റു 17. ഓക്കെ. x9ന്റെ വാല്യൂ നമുക്ക് എത്ര എന്ന് അറിയാം? 25 ആണെന്ന് അറിയാം. സോ 25 ഇൻറ്റു 17 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 425 എന്നുള്ള ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കട്ടെ. കൺസിഡർ ദി അരിത്തമെറ്റിക് സീക്വൻസ് 4, 10, 16. നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് ഏതാണ്? 4, 10, 16 എക്സെട്ര ആണ്. ഫൈൻഡ് ദി കോമൺ ഡിഫറൻസ്. ഡി എങ്ങനെയാണ് പിടിക്കും? ഡി ഏതെങ്കിലും ഒരു നമ്പർ അല്ലേ, ഫസ്റ്റ് ടൈം ഒഴികെ ഏതെങ്കിലും ഒരു നമ്പർ സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് പ്രീവിയസ് ആയിട്ടുള്ള എന്താണ് 10 സെലക്ട് ചെയ്താൽ അതിന് തൊട്ട് പ്രീവിയസ് ആരാണ്ട മക്കളെ? 4 അല്ലേ. സോ 10 4 പോയി എത്രയാണ് ആൻസർ? 6. സോ കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണ്? 6 ആണ്. ഇനി രണ്ടാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഡിഫറൻസ് ഓഫ് 6th ടേം ആൻഡ് 11th ടേം ഓഫ് ദി സീക്വൻസ് അല്ലെ. ഡിഫറൻസ്. അപ്പോൾ x11ൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? x6 മൈനസ് ചെയ്യണം. എടാ 11 - 6 എത്രയാണ് ആൻസർ? 5 അല്ലേ. സോ ആൻസർ എന്താണ്? 5D. ഏതാണ്? 5D. അപ്പൊ 5 ഇൻറ്റു ഡി ഇവിടെ എത്രയാണ്? 6 ആണ്. സോ 5 ഇൻറ്റു 6 30. സോ ആൻസർ എന്താണ്? 30 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ടേം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് ബി 110y. അതായത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും 2 ടേമിന്റെ ഡിഫറൻസ്, ഏതെങ്കിലും 2 ടേമുകളുടെ ഡിഫറൻസ് 110 ആകുമോ? എന്തുകൊണ്ട്? അത് വളരെ ഈസിയാണ്. 110നെ നമ്മൾ എന്ത് ചെയ്യുക? കോമൺ ഡിഫറൻസ് ആയ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കുക. 0 കട്ട് ചെയ്യാം. പക്ഷെ 11/3 എന്താണ്? നമുക്കൊരു പെർഫെക്റ്റ് ആൻസർ കിട്ടോടെ? ഇല്ല. സോ അത് കാരണം നമുക്ക് എന്ത് പറയാം? ഒരിക്കലും ടേമിന്റെ ഡിഫറൻസ് ഇവിടെ എത്ര വരില്ല? 110 വരില്ല. ഓക്കെ, ക്ലിയർ? ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക്. 110/30 അല്ല, 110 ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 6 ആണ് കേട്ടോ. ഇനി 110നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു പോയിന്റ് നമ്പർ ആയിരിക്കും. എന്ത് നമ്പർ ആയിരിക്കും? ഒരു പോയിന്റ് നമ്പർ. എനിക്ക് തോന്നുന്നു രൂപം ശരിയാണെങ്കിൽ ഒരു 18 പോയിന്റ് സംതിങ് ആണ് വരുന്നത് അല്ലേ. സോ അതൊരു പോയിന്റ് നമ്പർ ആണ്. സോ അത് കാരണം നമുക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല? ഏതെങ്കിലും 2 ടേമിന്റെ ഡിഫറൻസ് ഇവിടെ എന്ത് വരില്ല? 110 വരില്ല. അടുത്ത ദിവസം നോക്കിക്കോണേ. 4th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 21. അപ്പോൾ x4 എന്താണ് മക്കളെ? x4 എത്രയാണ്? 21. ആൻഡ് 9th ടേം ഈസ് 41. അപ്പോൾ x9 എത്രയാണ്? 41. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡി. ഡി എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലേ. സോ x9ന്റെ വാല്യൂ എത്രയാണ്? 41 മൈനസ് x4 എന്ന് പറഞ്ഞാൽ 21 ബൈ 9 - 4 എത്രയാണ്ട മക്കളെ? 5. സോ 41 - 21 ആൻസർ എന്താണ്? 20 അല്ലേ. 20/5. 20/5 ഈക്വൽ ടു ആൻസർ 4. അപ്പൊ നമ്മുടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് 4 ആണ്. അടുത്ത, വാട്ട് ഈസ് ദി ഫസ്റ്റ് ടേം ഓഫ് ദി സീക്വൻസ്? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ആരാണത്? അത് x1 ആണ്. സോ 1ന്റെ അടുത്ത് നിൽക്കുന്ന ആളാരാണ്? ഇവിടെ x4 ആണ്. അപ്പോൾ 4ൽ നിന്ന് എത്ര കുറയ്ക്കുമ്പോൾ നമുക്ക് 1 കിട്ടുക? 4ൽ നിന്ന് 3 കുറയ്ക്കുമ്പോഴാണ്, അതായത് 3D അല്ലേ, അതായത് 3D കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ആരെ കിട്ടുക? ഫസ്റ്റ് ടേം ആയിട്ടുള്ള x1നെ കിട്ടുക. അപ്പൊ ഇവിടെ x4ന്റെ വില എന്ന് പറഞ്ഞാൽ 21 - 3 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലേ. അപ്പൊ 21 - 3 ഇൻറ്റു 4 എത്രയാണ് മക്കളെ? 12 ആണ്. സോ ആൻസർ എന്താണ്? 9 ആണ്. 21 - 12 എന്താണ് മക്കളെ? ആൻസർ 9 ആണ്. നെക്സ്റ്റ് വൺ എന്താണ്ടാ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി 15th ടേം അല്ലേ, 15ാമത് ടേം. അതും വളരെ ഈസിയാണ്. 15 നമുക്ക് വേണ്ടത് x15 വേണം.
അപ്പൊ 15ന്റെ തൊട്ടടുത്തിരിക്കുന്ന ആളാരാണ്ട 9 ആണ് അല്ലേ. അപ്പൊ ഞാൻ എന്താണ് x9 എന്ന് എഴുതി. 9നോടൊപ്പം 6 ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ആരെ കിട്ടുക, 15 കിട്ടുക. സോ എന്താണ് x15 ഈക്വൽ ടു എന്താണ് മക്കളെ x9 പ്ലസ് 6d. അപ്പോൾ x9ന്റെ വാല്യൂ ഇവിടെ എത്രയാണ് 41. സോ 41 പ്ലസ് 6 ഇൻറ്റു ഡി എത്രയാണ്, ഡി ഇവിടെ 4 ആണ്. സോ 41 പ്ലസ് 4 6 24 അല്ലേ, 24 1 25 40 ആൻസർ 65 കിട്ടും. എത്രയായിട്ട് 65 എന്നുള്ള ഫൈനൽ ആൻസർ കിട്ടും. ഇവിടെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാണ്. ദി സം ഓഫ് 8th ടേം ആൻഡ് 19th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 125. അതായത് 8ാമത്തെ ടേമിന്റെയും 19ാമത്തെ ടേമിന്റെയും സം എന്ന് പറഞ്ഞാൽ എത്രയുണ്ടാ മക്കളെ 125 ആണ്. എത്രയാണ് 125 ആണ്. 125 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് ദി സം ഓഫ് 7th ആൻഡ് 20th ടേംസ് ഓഫ് ദി സീക്വൻസ് അല്ലേ. ഇവിടുത്തെ പ്രത്യേകത എന്താണ്, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ഓവറോൾ മീനിങ് എന്താണ്? അതായത് ഞാൻ പറഞ്ഞ കാര്യമാണ്, അതായത് നമുക്കൊരു ടേം ഉണ്ട്. ഈ ടേമിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് എന്താണ് മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇക്യൂ ഡിസ്റ്റന്റ് ആയിട്ടുള്ള എന്താണ് ടേമിന്റെ സം എപ്പോഴും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. എന്തായിരിക്കും സമ്മിന്റെ ടേം എന്തായിരിക്കും, സോറി ആ ടേംസിന്റെ സം എപ്പോഴും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ 8th ടേമിന്റെയും 19th ടേമിന്റെയും സം എത്രയാണ് 125 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ആരാണ്, 7th ടേമിന്റെയും 20th ടേമിന്റെയും സം ചോദിച്ചാൽ എത്രയാണ്. ഞാൻ ഈസി ആയിട്ട് ഇവിടെ എഴുതും 125 എന്ന്. അപ്പൊ നിങ്ങൾക്ക് സംശയം, അതിപ്പോ എങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും അത് 125 ആണെന്നുള്ളത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും എന്ന് ചോദിച്ചാൽ നിങ്ങളിവിടെ നോർമലി ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ ആദ്യം നമ്മൾ എന്താണ് ഫസ്റ്റത്തിൽ നമ്മൾ പറയുന്നത് എന്താണ്, ഫസ്റ്റത്തിൽ പറയുന്നത് എന്താണ് x8 പ്ലസ് x19 അല്ലേ. നിങ്ങൾ നോക്ക് 8 പ്ലസ് 19 എത്ര, ആൻസർ 27. സോ അങ്ങനെയാണെങ്കിൽ 7 പ്ലസ് 20 എത്ര, അതും 27 തന്നെയല്ലേ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആൻസർ എന്ത് തന്നെയാണ് 125 തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ഇനി അടുത്ത നിങ്ങൾ നോക്കിക്കേ, 6th ടേം തന്നിട്ടുണ്ട്, 21st ടേം കണ്ടുപിടിക്കണം. നിങ്ങൾ അവിടെ ഒന്ന് നോക്കിക്കേ, അവിടെ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ എന്തായിരിക്കും, x6 പ്ലസ് x21 നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ, 6 പ്ലസ് 21 അതും എത്ര തന്നെയാണ്, ഈ പറഞ്ഞ 27 തന്നെയല്ലേ. സോ അതിന്റെ ആൻസർ എത്ര തന്നെയാണ്ടാ മക്കളെ 125 തന്നെ ആയിരിക്കും, ഒരു മാറ്റവും ഇല്ല. അതിൽ അവർ എത്ര പറയുന്നു, 6th ടേം എത്ര എന്ന് പറയുന്നു 40 എന്ന് പറയുന്നു. അപ്പൊ x6 വരെ നമുക്ക് എന്ത് കൊടുക്കാം 40 എന്ന് കൊടുക്കുക അല്ലേ. സോ 40 പ്ലസ് x21 ഈക്വൽ ടു എത്രയാണ്ടാ മക്കളെ 125. നമുക്ക് x21 അല്ലേ വേണ്ടത്. സോ ഈ പ്ലസ് 40 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, മൈനസ് ആവും. 125 മൈനസ് 40 എത്രയാണ്, 125 മൈനസ് 40 എത്രയുണ്ടാ മക്കളെ 85 എന്ന് കിട്ടും. സോ നമുക്ക് അത് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി സം ഓഫ് 26 ടേം ഓഫ് ദി സീക്വൻസ്. 26 ടേമിന്റെ സം ആണ്, 26 ടേമിന്റെ സം എന്ന് പറഞ്ഞാൽ അപ്പോൾ x26 അതാണ്ട് S26 നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, 26 എന്ന് പറയുന്ന നമ്പർ എന്താണ്, ഒരു ഈവൺ നമ്പർ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഈവൺ നമ്പർ വന്നാൽ അവിടെ എന്താണ് ഇവിടെ വരുന്നത്, പെയർ സിസ്റ്റം ആണ്. എന്ത് സിസ്റ്റമാണ്, പെയർ സിസ്റ്റം. അതായത് ഇവിടുത്തെ പെയർ ആരാണ്, 26ന്റെ പകുതി ആരാണ്, 26ന്റെ പകുതി. 26ന്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 13 ആണ്. സോ 13ഉം 14ഉം എന്താണ്, ഒരു പെയർ ആണ്. ഇനി നമ്മൾ എന്താണ് ഇവിടെ എന്ത് ചെയ്യും, ഫസ്റ്റത്തത് കുറഞ്ഞു വരും, ഫസ്റ്റത്തത് എന്ത് ചെയ്യും മൈനസ് ആവും, രണ്ടാമത് എന്ത് ചെയ്യണം കൂടി പോകണം. 13 എന്ന് പറഞ്ഞാൽ 12, ഇവിടെ ഏതാണ് 14 1 15 ഒരു പെയർ ആയിരിക്കും. 11ഉം 16 എന്തായിരിക്കും, ഒരു പെയർ ആയിരിക്കും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും പെയറായിട്ട് എന്ത് ചെയ്യും പെക്കോണ്ടേയിരിക്കും. മനസ്സിലായോ? സോ ഇവിടെ ആകെ എത്ര പെയറുണ്ട്, 13 പെയർ ഉണ്ടാവും. എത്ര പെയർ ഉണ്ടാവും, 13 പെയർ. സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പെയർ ഇൻറ്റു നമ്പർ ഓഫ് പെയർ ഇവിടെ എത്രയാണ് 13 ആണ്. എത്രയാണ് മക്കളെ 13. സോ 13 ഇൻറ്റു ഏതെങ്കിലും ഒരു പെയറിന്റെ സം. നമുക്കിവിടെ ഏതൊക്കെ പെയറുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ പെയർ അറിയാം. ഇവിടെ തന്നെ ഒരു പെയറുണ്ട്, ഇതൊരു പെയർ അല്ലേ. 8ഉം 19ഉം എന്താണ്, ഒരു പെയറാണ്. സോ അതിന്റെ സം എത്രയാണ് 125 അല്ലേ. അപ്പൊ 13 ഇൻറ്റു എന്ത് ചെയ്താൽ മതി, നിങ്ങൾ 125 ചെയ്താൽ മാത്രം മതി. ആൻസർ 1625 എന്നുള്ളൊരു ആൻസർ കിട്ടും ഇൻറ്റു ചെയ്യുമ്പോൾ. അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ. കാണുമ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പേടിച്ചൊക്കെ പോകും, ഈ ക്വസ്റ്റ്യൻ എന്ത് ക്വസ്റ്റ്യൻ ആണെന്ന്. പക്ഷെ ക്വസ്റ്റ്യൻ ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആണേ. നമുക്ക് വേണ്ട നമ്മുടെ സീക്വൻസ് ഏതാണ് 1 3 5 7 എക്സെട്ര. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്ത് സീക്വൻസ് ആണ്,
ഇത് ഓഡ് നമ്പർ ആണ്. 1357 എന്താണ്ട ഓഡ് നമ്പർ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എന്താണ്? ഫൈൻഡ് സം ഓഫ് ഫസ്റ്റ് n ടേം ഓഫ് ദി സീക്വൻസ്. ഈ ടേമിന്റെ ഈ ഒരു സീക്വൻസിന്റെ ആദ്യത്തെ n ടേമിന്റെ സം ചോദിച്ചാൽ ആൻസർ എന്താണ്? n സ്ക്വയർ. കാരണം ഇത് ഓഡ് നമ്പർ അല്ലേ. ഓഡ് നമ്പറിന്റെ എന്താണ് സമ്മിന്റെ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചേക്കുക. ഓഡ് നമ്പറിന്റെ സമ്മിന്റെ ഇക്വേഷൻ എന്താണ്ടാ? n സ്ക്വയർ ആണ്. ഏതാണ്? n സ്ക്വയർ. സോ സമ്മിന്റെ ഇക്വേഷൻ ഇവിടെ എന്താണ് പറഞ്ഞോ? n സ്ക്വയർ. ഏതാണ്? n സ്ക്വയർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് n ടേം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ്. അതായത് നമുക്ക് സീക്വൻസ് ഏതാണ്? 1/n ആണ്, അടുത്തത് 3/n, അടുത്ത 5/n, അതുപോലെ 7/n. ഇതാണ് നമ്മുടെ സീക്വൻസ്. ഈ സീക്വൻസിന്റെ ആദ്യത്തെ n ടേമിന്റെ എന്ത് കണ്ടുപിടിക്കണം? സം കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ എന്ത് ചെയ്യാം? അങ്ങ് ആഡ് ചെയ്യാം അല്ലേ. സോ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/n പ്ലസ് 3/n പ്ലസ് 5/n പ്ലസ് 7/n പ്ലസ് എക്സെട്ര. നമുക്ക് എല്ലാത്തിൽ നിന്നും കൂടെ എന്ത് ചെയ്യാം? ഈ ബൈ എന്നിനെ അങ്ങ് പുറത്തെടുക്കാം. ബൈ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 1/n എന്ത് ചെയ്യാം? അങ്ങ് പുറത്തെടുക്കാം. അപ്പൊ എല്ലാത്തിൽ നിന്നും ഈ പറയുന്ന 1/n പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി അവിടെ n ഒന്നും ഇല്ല. പിന്നെ ഉള്ളത് ആരേ ഉള്ളൂ? 1, 3, 5, 7 ഉള്ളൂ. സോ ആൻസർ എന്തായിരിക്കും? 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് എക്സെട്ര. സോ 1/n ഇൻറ്റു 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് അല്ലെ എന്താണ്? നാച്ചുറൽ ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പറിന്റെ സം എന്താണ്? ഓഡ് നമ്പറിന്റെ സം നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? n സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താണ്? n സ്ക്വയർ. 1/n ഇൻറ്റു n സ്ക്വയർ. n സ്ക്വയർ എന്ന് പറഞ്ഞ അർത്ഥം n ഇൻറ്റു n എന്നാണ്. അപ്പൊ താഴത്തെ ഒരു എന്നും മുകളിലത്തെ ഒരു കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്താൽ ബാക്കി നമുക്ക് എന്ത് കിട്ടും? n എന്ന് പറയുന്ന ആൻസർ കിട്ടും. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഇതുപോലെ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ. ഇത് രണ്ടാമത്തെ പാർട്ടാണ്. മൂന്നാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. മൂന്നാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്ടാ? ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 2025 ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ്. 2025 ടേം, ആദ്യത്തെ 2025 ടേമിന്റെ സം നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, 2025 ടേംസിന്റെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ചാടി കയറി SN ഈക്വൽ ടു അതിന്റെ ഇക്വേഷൻ ഒക്കെ എന്ത് എഴുതി അങ്ങ് മറിച്ച് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. SN ഈക്വൽ ടു അല്ലേ, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട് സം കണ്ടുപിടിക്കാനുള്ള. അതിന്റെ ഒന്നും ഒരു ആവശ്യവും എന്താണ് ഇവിടെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾ നോക്കിയേ, നിങ്ങൾ നോക്കിയേ, ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഇതിനുണ്ടോ? ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. എന്താണ്? താഴെ എന്നിന് പകരം ആര് വന്നു? 2025 എന്ന് പറയുന്ന ഒരു ആൻസർ ഉണ്ട്. അത്ര മാത്രമേ ഉള്ളൂ അല്ലേ. ഇതിന്റെ n ടൈമിന്റെ സം എന്താണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്? n ആണ്. എത്രയാണ്? n അല്ലേ. എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? n ആണ്. സോ അങ്ങനെയാണെങ്കിൽ താഴെ 2025 ആണ് വരുന്നത് എങ്കിൽ ഇതിന്റെയും ആൻസർ എന്ത് തന്നെയായിരിക്കും? 2025 തന്നെയായിരിക്കും. നിങ്ങൾ കൂടുതൽ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ ചെയ്യാം. 1/2025 പ്ലസ് 3/2025 പ്ലസ് 5/2025 പ്ലസ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ആണല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം. ബൈ 2025 നമുക്ക് പുറത്തെടുക്കാം. 1/2025 പുറത്തെടുക്കാം. പിന്നെ ബാക്കി ഇതിനകത്ത് ആരൊക്കെ ഉള്ളൂ? 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് എക്സെട്ര. നിങ്ങൾ നോക്കിക്കേ, 135 എന്താണ് സംഭവം? അത് ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പറിന്റെ സം എന്താണ്ടാ? n സ്ക്വയർ ആണ് അല്ലേ. 1/2025 ഇൻറ്റു n സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ്? എത്ര ടേംസ് ആണ് ഇവിടെ വേണമെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. 2025 ടേംസിന്റെ സം ആണ് വേണ്ടത് അല്ലേ. അപ്പൊ നമ്മളിവിടെ എന്നിന് പകരം നമ്മൾ എന്ത് കൊടുക്കും? 2025 സ്ക്വയർ എന്ന് കൊടുക്കും. ഇവിടുത്തെ 2025 മുകളിലത്തെ 2025 ക്യാൻസൽ ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 2025 എന്നുള്ള ഫൈനൽ ആൻസർ കിട്ടും. ഞാൻ അടുത്ത ദിവസം നോക്കി. ദി സം ഓഫ് ഫോർത്ത് ആൻഡ് സിക്സ്ത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 120. സം എത്രയാണ് മക്കളെ? 120 ആണ്. എത്രയാണ്? 120. സോ ഫൈൻഡ് ദി ഫിഫ്ത്ത് ടേം ഓഫ് ദി സീക്വൻസ്. എന്താണ്? നമുക്ക് ആരെ വേണം? ഫിഫ്ത്ത് ടേം വേണം അല്ലേ. നാലാമത്തെ ടേമിന്റെയും ആറാമത്തെ ടേമിന്റെയും എന്താണ് സം എത്രയാണ്? സം 120 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കി, 4ന്റെയും 6ന്റെയും കറക്റ്റ് മിഡാണ് ആര്? ഫിഫ്ത്ത് ടേം. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ്, ഒരു ടേമിൽ നിന്ന് എന്താണ് ഈക്വൽ ഡിസ്റ്റൻസ് എന്താണ് മാറി വരുന്ന 2 ടേമിന്റെ സം എന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റ് ആയിരിക്കും? സോ നമ്മൾ എന്താണ് x5 അല്ലേ, ഇവിടെ x5 ആണ്, അതിനപ്പുറം എന്താണ് x6 ആണ്,
ഇവിടെ എന്താണ് S4 ആണ്. അങ്ങനെയാണെങ്കിൽ X5ൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് അകലെയുള്ള X4ൻ്റെയും X6ൻ്റെയും സം എന്ന് പറയുന്നത് മിഡ് ടേമിൻ്റെ ഡബിൾ ആയിരിക്കും. മിഡ് ടേം ഇവിടെ എത്രയാണ്? മിഡ് ടേം എന്ന് പറഞ്ഞാൽ X5 അല്ലേ, അതിൻ്റെ ഡബിൾ ആയിരിക്കും. X5 × 2 ആയിരിക്കും. അതും ഒരു റിലേഷനാണ്, കാണാതെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പം നമുക്കിവിടെ X5 അല്ലേ വേണ്ട, S5 = × 2 അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ആവും. സോ 120/2 ആൻസർ എന്താണ്? 60 60. സോ ഫിഫ്ത്ത് ടേം എത്ര കേട്ടോ മക്കളെ? 60 ആണ്. ഇനി അടുത്തത് ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 9 ടേം ഓഫ് ദി സീക്വൻസ് അല്ലേ. ആദ്യത്തെ 9 ടേമിന്റെ സമ്മാണ് നമുക്ക് വേണ്ടത്. ആദ്യത്തെ 9 ടേമിന്റെ സം വേണം. എങ്ങനെ കണ്ടുപിടിക്കുക ആദ്യത്തെ 9 ടേമിന്റെ സം? 9 എന്ന് പറയുന്നത് എന്താണ്? ഒരു എന്ത് നമ്പറാണ്? ഒരു ഓഡ് നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മിഡ് ടേം ആരാണ്? 9 + 1/2. 9 + 1 എത്രയുണ്ടാ മക്കളെ? 10. 10ന്റെ പകുതി 5. അതായത് മിഡ് ടേം ഇൻറ്റു എന്താണ്? നമ്പർ ഓഫ് ടേംസ്. നമ്പർ ഓഫ് ടേംസ് ഇവിടെ എത്രയാണ്? 9. അപ്പോൾ X5 മിഡ് ടേം ആരാണ്? 60 അല്ലേ. അപ്പൊ 60 × 9. 60 × 9 എത്രയുണ്ടായി? 540. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദി സെക്കൻഡ് ടേം ഓഫ് ദി സീക്വൻസ് ഈസ് 20, ഫൈൻഡ് ദി 8th ടേം ഓഫ് ദി സീക്വൻസ്. നിങ്ങൾ നോക്കിക്കേ, ഇവിടെയും എന്താണ്? ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ടേം എത്രയാണ് മക്കളെ? 20 ആണ്. 8th ടേം എത്രയാണ്? നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, 4ഉം 6ഉം അതിന്റെ സം എത്രയാണ്? 120 ആണല്ലേ. 4 + 6 എത്രയാണ്? 10 ആണല്ലോ. ഇവിടെയും അതുപോലെയാണ്, സെക്കൻഡും 8ഉം ആണ്. അപ്പൊ 2 + 8 അതും എത്രയാണ്? 10 അല്ലേ? ആണോ അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സമ്മും ആരുടെയാണ്? S2ൻ്റെയും X8ൻ്റെയും സം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? മിഡിൽ ടേം ആയിട്ടുള്ള മിഡിൽ ടേം ആരാണ്? X5 ആണല്ലേ. അതിന്റെ എന്താണ്? അതിന്റെ ഡബിൾ ആയിരിക്കും അല്ലെ. X5ൻ്റെ എന്താണ്? X5ൻ്റെ ഡബിൾ ആയിരിക്കും അത്. ഇവിടെ എന്താണ്? S2 സെക്കൻഡ് ടേം നമുക്ക് എത്ര അറിയാം? സെക്കൻഡ് ടേം 20 ആണെന്ന് അറിയാം. X8 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. X5 എത്ര നമുക്കറിയാം? 60 എന്നറിയാം അല്ലേ. അപ്പൊ 60 × 2 എന്താണ്? 20 + X8 = 120 എന്നറിയാം. ദെൻ X8 = +20 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? 120 - 20 എത്ര ഉണ്ടാവും മക്കളെ? ആൻസർ 100. എത്രയാണ്? 100. ഓക്കെ. ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? നല്ല രീതിയിൽ എന്താണ് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? നാളത്തെ എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴെന്താണ് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. അടുത്ത് നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സർക്കിളാണ് കേട്ടോ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.